ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ്. ഈ വീഡിയോ കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. അതിൻ്റെ ഗുണഭോക്താക്കളായവരും അതിനായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരും ധാരാളമുണ്ട്. അവർക്ക് ഈ വിഷയം അത്ര പുതുമയുള്ളതല്ല. എന്നാൽ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് ഇനിയും അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായേക്കും. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യമായ ഭവനം ഒരുക്കുന്നതിനായി 2017 കേരള സർക്കാർ കൊണ്ടുവന്ന സമഗ്ര ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇതുകൂടാതെ പഴയതും വാസയോഗ്യമല്ലാത്തതുമായ വീടുകൾ പുതുക്കിപ്പണിയുന്നതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവരും അഗതികളും ശാരീരികമായും മാനസികമായും ക്ലേശം അനുഭവിക്കുന്നവരുമൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. ലൈഫ് മിഷൻ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ നടപടി മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയുമൊക്കെ അടങ്ങിയ മിഷൻ സ്ട്രക്ചർ രൂപീകരിക്കുകയും ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള സർവേ നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്യുകയായിരുന്നു. സംസ്ഥാനത്തെ യഥാർത്ഥ ഭവനരഹിതരെയും വാസയോഗ്യമല്ലാത്ത വീടുകളുള്ളവരെയും കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന നടപടി. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വിശദമായ സർവേ നടത്തുകയും 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ സർവേയിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളുടെ കരട് പട്ടിക തയ്യാറാക്കിയത്. ഈ കരട് പട്ടിക വിവിധ ഘട്ടങ്ങളായി തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ കരട് പട്ടിക 2022 ജൂൺ 9 പ്രസിദ്ധീകരിച്ചത്. അത് ഏകദേശം 5,14,381 ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട കരട് പട്ടികയായിരുന്നു. 2022 ജൂലൈയിൽ ആദ്യഘട്ട അപ്പീലിന് ശേഷമുള്ള പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതിൽ 5,60,758 ഗുണഭോക്താക്കൾ ഇടം പിടിച്ചു. 2020-21 കാലയളവിലെ അപേക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള അന്തിമ പട്ടിക 2022 ആഗസ്റ്റ് 14 പ്രസിദ്ധീകരിച്ചത്. വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾക്കും 2 ഘട്ടങ്ങളിലെ അപ്പീലുകൾക്കും ഗ്രാമസഭ വാർഡ് സഭകളുടെ അംഗീകാരത്തിനും ശേഷമാണ് ഈ പട്ടിക പുറത്തിറക്കിയത്. ഈ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് നിലവിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകുകയും സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപേക്ഷിക്കാൻ കഴിയാതെ പോയതും അപേക്ഷയിലെ പിഴവുകൾ കാരണം ലിസ്റ്റിൽ നിന്നും പുറത്തായതുമായ ധാരാളം കുടുംബങ്ങളുണ്ട്. 2022 ഓഗസ്റ്റ് 16 പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടിക അപ്പീൽ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ലിസ്റ്റായിരുന്നു. അതുകൊണ്ട് നിലവിൽ ആ പട്ടികയുമായി ബന്ധപ്പെട്ട് പുതിയ അപ്പീലുകൾ നൽകാനോ തെറ്റുതിരുത്താനോ ഉള്ള അവസരമില്ല. ആ ഘട്ടത്തിലെ അപ്പീൽ പ്രക്രിയ അവസാനിച്ചതാണ് കാരണം. അന്തിമ പട്ടികയിൽ നിന്നും പുറത്തായവരും അപേക്ഷിക്കാൻ കഴിയാതെ പോയവരുമായ അർഹതപ്പെട്ടവർക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് പുതിയ അപേക്ഷ ഘട്ടത്തിനായി കാത്തിരിക്കുക എന്നതാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ അടുത്ത ഘട്ടം അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അവസരം ലഭിക്കും. ഇതിനായി ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ സർവേകളോ അപേക്ഷാ ഘട്ടങ്ങളോ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും വേണം. ഇനി നിങ്ങളുടെ പേര് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേര് അന്തിമ പട്ടികയിലുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സമീപിച്ച് നിജസ്ഥിതി മനസ്സിലാക്കണം. അവർക്ക് മാത്രമാണ് നിങ്ങളുടെ അപേക്ഷയുടെ കൃത്യമായ നിലയും അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ആവശ്യമായ രേഖകളെയും സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്. നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ് എന്നതിനെ ആശ്രയിച്ച് നടപടികൾക്ക് വ്യത്യാസം വരും. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈഫ് മിഷൻ വിഭാഗവുമായി ബന്ധപ്പെടണം. നിങ്ങളുടെ വാർഡ് മെമ്പർക്കും വേണ്ട സഹായം ചെയ്തു തരാൻ കഴിയും. നിങ്ങളുടെ കാറ്റഗറി ഒരു ഭൂമിയുള്ള ഭവനരഹിതൻ്റേതാണെങ്കിൽ നിങ്ങളുടെ പേര് അന്തിമ ലിസ്റ്റിൽ ഉണ്ടെന്നും ഭൂമിയുള്ള ഭവനരഹിതരുടെ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്നും ലൈഫ് മിഷൻ അതോറിറ്റിയെ ബോധ്യപ്പെടുത്തണം. ഇതിനായി നേരിട്ടോ വാർഡ് മെമ്പറുടെയോ കൗൺസിലറുടെയോ സഹായം തേടുകയും ചെയ്യാം. അവരിൽ നിന്നും അടുത്തതായി ചെയ്യേണ്ട കാര്യങ്ങൾ, സമർപ്പിക്കേണ്ട രേഖകൾ, എഗ്രിമെൻ്റ് ഒപ്പിടേണ്ട തീയതി എന്നിവയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. ഇനി എന്താണ് എഗ്രിമെൻ്റ് വയ്ക്കലെന്ന് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതിയിൽ എഗ്രിമെൻ്റ് വയ്ക്കൽ എന്നത് ഗുണഭോക്താവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന ഒരു ഒഫീഷ്യൽ എഗ്രിമെൻ്റാണ്. ഇവിടെ ഗുണഭോക്താവ് പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കരാറിൽ താഴെ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ലഭിക്കുന്ന ധനസഹായം ഭവന നിർമ്മാണത്തിന് മാത്രമായി വിനിയോഗിക്കുക. തുക ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്താൽ 12% പലിശയോടെ നൽകിയ തുക തിരിച്ചടയ്ക്കുക. തറവിസ്തീർണം ഉൾപ്പെടെയുള്ള നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കുക. കരാറിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചാൽ നൽകിയ ധനസഹായം പലിശ സഹിതം തിരിച്ചടയ്ക്കുക. കുടുംബാംഗങ്ങളുടെ പേരിലുള്ള വസ്തുവിലാണ് വീട് നിർമ്മിക്കുന്നതെങ്കിൽ 200 രൂപ മുദ്രപത്രത്തിൽ അവരുടെ സമ്മതപത്രം വാങ്ങുക തുടങ്ങിയവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ.
നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയുമായോ പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനുമായോ ആണ് എഗ്രിമെൻ്റ് ഒപ്പിടേണ്ടത്. ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം ആദ്യ ഗഡു ലഭിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പിടേണ്ടത്. പദ്ധതിയുടെ വ്യവസ്ഥകൾ പാലിക്കാമെന്ന് ഗുണഭോക്താവ് സമ്മതിച്ചതിന് ശേഷമാണ് ധനസഹായം ഘട്ടം ഘട്ടമായി അനുവദിക്കുന്നത്. ലൈഫ് മിഷനിൽ ഭവന നിർമ്മാണത്തിനായുള്ള ധനസഹായം എത്രയാണെന്നും എത്ര ഗഡുക്കളായിട്ടാണ് നൽകുന്നതെന്നും അതിൻ്റെ മാനദണ്ഡം എന്താണെന്നും നോക്കാം. ഭൂമിയുള്ള ഭവനമില്ലാത്തവർക്ക് 4 ലക്ഷം രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത്. ഇത് വീടിൻ്റെ നിർമ്മാണ പുരോഗതി അനുസരിച്ച് 4 ഗഡുക്കളായിട്ടാണ് അനുവദിക്കപ്പെടുന്നത്. പട്ടികവർഗ വിഭാഗത്തിന് ഇത് 5 ഗഡുക്കളായിട്ടാണ് അനുവദിക്കപ്പെടുന്നത്. എല്ലാ ഗഡുക്കളും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അനുവദിക്കപ്പെടുന്നത്. ആദ്യ ഗഡു ലഭിച്ച് 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കണമെന്നതാണ് ഒരു പ്രധാന നിബന്ധന. ആദ്യ ഗഡു വീടിൻ്റെ പ്രാരംഭ നിർമ്മാണ ഘട്ടമായ ഫൗണ്ടേഷൻ വർക്ക്സ് പൂർത്തീകരിച്ചതിന് ശേഷം ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ സ്റ്റേജ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് അനുവദിക്കപ്പെടുന്നത്. പൊതുവിഭാഗത്തിൽ ആകെ ധനസഹായത്തിൻ്റെ 10% ആദ്യ ഗഡുവായി ലഭിക്കുന്നത്. അതായത് 4 ലക്ഷം രൂപയുടെ 10%-മായ 40,000 രൂപയാണ് അനുവദിക്കപ്പെടുന്നത്. അതേസമയം പട്ടികവർഗ വിഭാഗത്തിൽ ആകത്തുകയുടെ 20% ആദ്യ ഗഡുവായി അനുവദിക്കപ്പെടുന്നത്. ഭിത്തികൾ ഉയർത്തി ലിൻഡൽ ലെവൽ ആയതിനു ശേഷമാണ് രണ്ടാം ഗഡു അനുവദിക്കപ്പെടുന്നത്. ഇവിടെയും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സ്റ്റേജ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുകയുള്ളൂ. ഈ സ്റ്റേജിൽ പൊതുവിഭാഗത്തിന് ആകെ തുകയുടെ 40%-വും പട്ടികവർഗ വിഭാഗത്തിന് 20%-വുമാണ് അനുവദിക്കപ്പെടുന്നത്. വീടിൻ്റെ റൂഫ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് മൂന്നാം ഗഡു അനുവദിക്കപ്പെടുന്നത്. ഇവിടെ ജനറൽ കാറ്റഗറിക്ക് 40%-വും പട്ടികവർഗ വിഭാഗത്തിന് 30%-വുമാണ് അനുവദിക്കപ്പെടുന്നത്. വീട് നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്, അതായത് കംപ്ലീഷൻ സ്റ്റേജിലാണ് നാലാം ഗഡു അനുവദിക്കപ്പെടുന്നത്. ഇത് പൊതുവിഭാഗത്തിന് ആകത്തുകയുടെ 10%-വും പട്ടികവർഗ വിഭാഗത്തിന് 20%-വുമാണ്. പട്ടികവർഗത്തിന് ശേഷിച്ച 10% അഞ്ചാം ഘട്ടത്തിൽ അനുവദിക്കപ്പെടും. വീട് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ലൈഫ് മിഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ സ്റ്റേജ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗഡുക്കൾ അനുവദിക്കപ്പെടുകയുള്ളൂ. അതായത് വീടിൻ്റെ നിർമ്മാണം ഒരു നിശ്ചിത ഘട്ടത്തിലെത്തിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഓരോ ഗഡുക്കളും അനുവദിക്കപ്പെടുകയുള്ളൂ. ഇനി ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ കഴിയുമെന്ന് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ വിൽക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള കാലാവധി 12 വർഷമാണ്. ഈ കാലയളവിനുള്ളിൽ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ശ്രമിച്ചാൽ കരാർ ലംഘനമായി കണക്കാക്കുകയും ലഭിച്ച ധനസഹായം പലിശ സഹിതം തിരികെ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു വീടിൻ്റെ പരമാവധി വിസ്തീർണം എത്രയാണെന്ന് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അനുവദിക്കുന്ന ഒരു വീടിൻ്റെ പരമാവധി വിസ്തീർണം 420 സ്ക്വയർ ഫീറ്റാണ്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടുകൾക്ക് ധനസഹായം ലഭിക്കുന്നതിന് 400 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയ അഥവാ തറവിസ്തീർണം ഉണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ നിർമ്മാണ വേളയിൽ ഈ അടിസ്ഥാന തറവിസ്തീർണത്തിൽ 5% കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള അനുമതിയുണ്ട്. അതായത് വീടിൻ്റെ തറവിസ്തീർണം കുറഞ്ഞത് 380 സ്ക്വയർ ഫീറ്റ് മുതൽ 420 സ്ക്വയർ ഫീറ്റ് വരെ ആകാം. ഒരു ഗുണഭോക്താവ് അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ തറവിസ്തീർണത്തിൽ വീട് നിർമ്മിക്കുകയാണെങ്കിൽ അതിനുള്ള അധിക ചിലവ് പൂർണ്ണമായും സ്വയം വഹിക്കേണ്ടതാണ്. നിലവിലെ അന്തിമ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ പേര് അന്തിമ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പോലും പുതിയ അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ വീണ്ടും അപേക്ഷിക്കാൻ അവസരമുണ്ട്. ലൈഫ് മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷൻസും ശ്രദ്ധിക്കണം. ഒരു തവണ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയതുകൊണ്ട് നിങ്ങളുടെ അർഹത നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകൾ എന്നിവ ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രാഥമിക കാര്യാലയങ്ങളാണ്. അവിടെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. അവർക്ക് നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചും പ്രാദേശിക തലത്തിലെ നടപടിക്രമങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയും. ഇനി ലൈഫ് മിഷൻ പദ്ധതിയിൽ വാർഡ് മെമ്പേഴ്സിൻ്റെ പങ്കെന്താണെന്ന് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, അപേക്ഷാ തീയതികൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്നിവയെല്ലാം വാർഡിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വാർഡ് മെമ്പർമാർക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അപേക്ഷാ ഫാറം പൂരിപ്പിക്കുന്നതിനും ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിനും ഒക്കെ വാർഡ് മെമ്പേഴ്സിൻ്റെ സഹായം ആവശ്യമാണ്. പ്രത്യേകിച്ച് സാങ്കേതികപരമായ കാര്യങ്ങളിൽ അറിവില്ലാത്തവർക്കും പ്രായമായവർക്കും ഈ സഹായം വലിയ ആശ്വാസകരമായിരിക്കും. വാർഡിലെ അർഹരായവരെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിലും ഇവരുടെ പങ്ക് പ്രധാനമാണ്. ഭവനരഹിതരുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കൈവശമുണ്ടോ? അതിൽ നിന്നാണോ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം. കേരള സർക്കാരിൻ്റെ കൈവശം ഭവനരഹിതരുടെയും ഭൂരഹിത ഭവനരഹിതരുടെയും വിശദമായ ലിസ്റ്റ് ലഭ്യമാണ്. സംസ്ഥാനത്തെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കീഴിൽ നടത്തിയ സർവേകളിലൂടെയാണ് ഈ ലിസ്റ്റുകൾ തയ്യാറാക്കിയത്. ഈ ലിസ്റ്റുകൾക്ക് പുറമെ ഓരോ ഘട്ടത്തിലും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയും അർഹരായവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. കൂടാതെ ലിസ്റ്റുകളുടെ കൃത്യത ഉറപ്പാക്കാൻ തുടർച്ചയായ പരിശോധനകളും നടക്കാറുണ്ട്. വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ ക്രോസ് വെരിഫിക്കേഷൻസ് ചെയ്യാറുണ്ട്. ഭവനരഹിതരുടെ നിലവിലെ ലിസ്റ്റിൽപ്പെടാത്തവർക്ക് അപേക്ഷ നൽകുന്നതിലൂടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അവസരമുണ്ട്.
ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് ഏത് സമയത്തും അപേക്ഷ നൽകാൻ കഴിയില്ല. ലൈഫ് മിഷൻ അപേക്ഷകൾ ക്ഷണിക്കുന്നത് സർക്കാർ നിശ്ചയിക്കുന്ന പ്രത്യേക സമയപരിധികളിലാണ്. സാധാരണയായി ലൈഫ് മിഷൻ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും അപേക്ഷകൾ ക്ഷണിക്കുകയും അതിനുള്ള നിശ്ചിത സമയപരിധി നിശ്ചയിക്കുകയും ചെയ്യാറുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ. എന്നാൽ ഒരു അപേക്ഷ കിട്ടിയാൽ വാർഡ് കമ്മിറ്റികൾക്ക് പരിശോധിച്ച് ശുപാർശ ചെയ്യാനും കഴിയും. ഇനി സ്വന്തമായി ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം എങ്ങനെയാണ് വീട് ലഭിക്കുന്നതെന്ന് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതിയുടെ 3ാം ഘട്ടമായിട്ടാണ് ഭൂരഹിത ഭവനരഹിത വിഭാഗത്തിന് വീട് വെച്ച് നൽകുന്ന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ഘട്ടത്തിൽ വീടുകൾ അനുവദിക്കുന്നത്. ഇവിടെ സർക്കാർ നേരിട്ട് വീടുകൾ വെച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താവിന് ഭവന നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ല. നഗരപ്രദേശങ്ങളിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് അതിൽ ഫ്ളാറ്റുകൾ അലോട്ട് ചെയ്യുന്നതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഭൂരഹിത ഭവനരഹിതർക്കും വീടുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. 2024 സെപ്റ്റംബർ വരെ 2,29,415 വീടുകൾ നിർമ്മിച്ച് നൽകിയതായി സർക്കാർ കണക്കുകൾ പറയുന്നു. 2025 മേയിൽ അത് 3,42,000 വീടുകളായി ഉയർന്നിട്ടുണ്ട്. 1,54,547 കുടുംബങ്ങൾ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയതായും പറയുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീടിനായി അപേക്ഷിക്കേണ്ട നിബന്ധനകളും രേഖകളും എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ഇവർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കവിയരുത്. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവരൊന്നും ആയിരിക്കരുത്. റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം തുടങ്ങിയവയൊക്കെയാണ് പ്രധാന നിബന്ധനകൾ. പട്ടികവർഗ്ഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, സ്ത്രീ മേധാവിത്വമുള്ള കുടുംബങ്ങൾ എന്നിവർക്കാണ് മുൻഗണന നൽകുന്നത്. പുതിയതായി അപേക്ഷിക്കുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പ്രോ നമ്പർ 43/26 എന്ന ഫോം വാങ്ങി കൃത്യതയോടെ പൂരിപ്പിക്കണം. പൂരിപ്പിച്ച അപേക്ഷ വാർഡ് മെമ്പറോ കൗൺസിലറോ മുഖേന വാർഡ് കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് വയ്ക്കണം. വാർഡ് കമ്മിറ്റിയുടെ ശുപാർശയോടെ ആവശ്യമായ രേഖകൾ സഹിതം പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാർക്കോ ലൈഫ് മിഷൻ സെക്ഷനിലോ സമർപ്പിക്കാം. അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം വീടിന് അർഹതയുണ്ടോ എന്ന് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തുകയും അർഹതയുണ്ടെങ്കിൽ ബെനിഫിഷ്യറി ലിസ്റ്റിൽ പേര് ചേർക്കുകയും ചെയ്യും. അതിനുശേഷം മുൻഗണനാ ക്രമം അനുസരിച്ച് വീടിൻ്റെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ച നടപടികൾ തുടങ്ങിയേക്കാം. ചിലപ്പോൾ ഗ്രൂപ്പ് ഹൗസിംഗ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് അനുവദിച്ചെന്നും വരാം. ഇനി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട പ്രധാന രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റേഷൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 5 വർഷത്തിൽ കൂടുതൽ നഗരസഭയിലോ പഞ്ചായത്തിലോ താമസിക്കുകയാണെന്ന റവന്യൂ ഓഫീസറുടെ കത്ത്, വാർഷിക വരുമാനം 3 ലക്ഷത്തിന് താഴെയാണെന്ന വരുമാന സർട്ടിഫിക്കറ്റ്, സ്വന്തമായി ഭൂമിയും വീടും ഇല്ലെന്നതിൻ്റെ സാക്ഷ്യപത്രം, വാടകയ്ക്ക് താമസിക്കുന്നെങ്കിൽ വാടകച്ചീട്ടിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി, ഗുണഭോക്താവിൻ്റെ പേരിലുള്ള 200 രൂപ മുദ്രപത്രം തുടങ്ങിയവയാണ് പ്രധാന രേഖകൾ. ഭവനരഹിതർക്കും ഭൂരഹിതർക്കും സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച മികച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ. എന്നിരുന്നാലും ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ ചില വെല്ലുവിളികളും കാലതാമസങ്ങളും സ്വാഭാവികമാണ്. ഗുണഭോക്താക്കൾക്ക് വീടുകൾ ലഭിക്കുന്നതിൽ പലപ്പോഴും കാലതാമസം നേരിടുന്നു എന്നതാണ് ഒരു പ്രധാന പരാതി. ഭൂമിയുടെ ലഭ്യത, സാമ്പത്തിക തടസ്സങ്ങൾ, നിർമ്മാണ കാലതാമസം, സാങ്കേതികവും ഭരണപരവുമായ പ്രശ്നങ്ങളൊക്കെ വീട് ലഭിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. ഇവയിൽ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പുവരുത്തിക്കൊണ്ട് കാലതാമസം കുറയ്ക്കാനായാൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം കൂടുതൽ വേഗത്തിൽ കൈവരിക്കാൻ സാധിക്കും. ഇത് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു സമഗ്ര വീഡിയോ അല്ല. ഇനിയും ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് അറിയാത്തവർക്കായുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമാണ്. ഇനിയും ഇത്തരം ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, take care.